മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എൻജിസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്വർഗീയ സമ്മാനം മധുരമൊഴി. ഈ മധുരമൊഴി നിങ്ങൾക്ക് ഒത്തിരി മാധുര്യകരമാകുന്നുവെന്നും നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി സ്വർഗോന്മുഖമാക്കുവാനായിട്ട് ഇവിടെ വരുന്ന ഷെയറിങ്ങുകളും അനുഭവങ്ങളും ജീവിത സാക്ഷ്യങ്ങളുമെല്ലാം നിങ്ങളെ സഹായിക്കുന്നു അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മോടൊപ്പം സഹായിക്കുവാനായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടൻ തന്നെയാണ്. ജോർജേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പമുള്ള കുടുംബം കോട്ടക്കൽ നിന്നുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ഫ്രാൻസിസ്, ഡോക്ടർ അനിത, രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം. ഒരിക്കൽ കുറച്ച് കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു ചെറിയ മീറ്റിംഗ് വെച്ച് എങ്ങനെ അവർ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ സമയം ചെലവഴിക്കുന്നു, വീട്ടിലെങ്ങനെയാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഏറ്റവും കുഞ്ഞുങ്ങളായിട്ട് അങ്ങനെ കൂട്ടുകൂടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കുടുംബം അവരുടെ പ്രത്യേക ശൈലികളൊക്കെ പങ്കുവയ്ക്കുന്നു. ചില പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേർ തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഒരുമിച്ച് കളിക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കുറച്ച് നേരം സംസാരിക്കാനിരിക്കും. ചിലർ പറഞ്ഞു രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ കുറച്ച് നേരം കളിയും ചിരിയും പാട്ടൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ വേറെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ സഹോദരി പറഞ്ഞ മനോഹരമായ സംഭവമായിരുന്നു. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലെഷർ ടൈം ഇച്ചിരി വ്യത്യാസമാണ്. ഞങ്ങളുടെ ഈ അടിപൊളി സമയം എന്ന് പറയുന്നത് രാത്രി ഒരു 11:30 മുതൽ 12:30, 1 മണി വരെയൊക്കെയാണ്. കാരണം ചേച്ചി പറഞ്ഞു എനിക്കും ഭർത്താവിനും ജോലിയുണ്ട്. ഇതിനുശേഷം വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും കിടപ്പാണ്. രണ്ടുപേരെയും നോക്കണം. ചേച്ചി വീട്ടിൽ പോയി നോക്കണം. ഭർത്താവിൻ്റെ വീട്ടിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ട് കട്ടിൽ വരുമ്പോഴത്തേക്ക് 11-11:30 ആകും. അപ്പോൾ 3-4 കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാവരും അമ്മയ്ക്ക് വേണ്ടി ഈ കട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ കട്ടിൽ കുട്ടകളിയും ഇടിയും പരവാസൂലിയൊക്കെ ആയിട്ട് കുറേ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് 11-12:30 ആകുമ്പോൾ പിള്ളേർ പിടിച്ച് കിടത്തി ഉറക്കമെന്ന് പറഞ്ഞു. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ ചെറിയ സംസാര വിഷയം. ജോലിക്കാരായ മാതാപിതാക്കൾക്ക് എങ്ങനെ കുഞ്ഞുങ്ങളോടൊപ്പം മനോഹരമായി സമയം ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടും എന്നാൽ ഗുണപരമായിട്ടും എങ്ങനെ സ്പെൻഡ് ചെയ്യാം. അതിന് നമ്മെ സഹായിക്കത്തിരിക്കുന്ന കുടുംബം ഇച്ചിരി അടിപൊളി കുടുംബം തന്നെയാണ്. കാരണം ഇതിന് പറ്റിയ ആൾക്കാരാണ് നമ്മെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടുപേരും ഡോക്ടർമാരാണ്. ജോലിക്കാർ മാത്രമല്ല, ഡോക്ടർമാരും കൂടിയാണ്. അതുപോലെ തന്നെ ഇവർ സുവിശേഷാത്മകമായ ഒത്തിരി ശുശ്രൂഷകൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. അതിനും പോരാഞ്ഞിട്ട് ദൈവം സഹായിച്ച് 5 കുഞ്ഞുങ്ങളുമുണ്ട്. വീട്ടിൽ എനിക്ക് തോന്നുന്നു, സംസാരിച്ചതെന്ന് തോന്നുന്നു, വീട്ടിൽ സഹായിക്കാനായിട്ട് ഗ്രാൻഡ് പേരൻസ് ആയിരുന്ന 2 പേരുടെ അപ്പനമ്മമാർ വീട്ടിലില്ല. പിന്നെ സഹായിക്കാൻ ആൻറ്റി മാത്രമേ വീട്ടിലുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പൂട്ടപ്പെട്ട അവസ്ഥയാണ്. നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പക്ഷെ മനോഹരമായിട്ട് ഈ സമയം അവർക്ക് കൊടുക്കുന്നതും നിങ്ങൾ ജോലികൾക്കിടയിൽ അവർക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അച്ഛന്മാരുടെ എക്സാമ്പിൾ ഞങ്ങളുടെ ഫാമിലിക്ക് ആപ്റ്റായി. നേരത്തെ പറഞ്ഞ രണ്ടുപേരും ജോലിക്കാരാണ്. പക്ഷെ ഞാൻ വൈകുന്നേരം ഏകദേശം 4 മണിയോടെ ഞാൻ വീട്ടിൽ എത്താറുണ്ട്. രണ്ടുപേരും വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ മക്കളോട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ജോലി എത്ര മണിക്കാണ് തീരുന്നത്? ഞാനൊരു പല ദിവസങ്ങൾ എന്തായാലും പൊതുവേ ഒരു 4 മണിയോടെ വീട്ടിൽ എത്തും. ജോലി കഴിഞ്ഞാൽ തിരിച്ചേക്ക് പോരും. വീട്ടിൽ എത്തും. അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കൊക്കെ പോരുകയാണെങ്കിൽ മക്കൾക്ക് കുറെ ഗുണപരമായ സമയം അവിടെ തന്നെ കിട്ടി തുടങ്ങും. അതെ അതെ. പിന്നെ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം നൈറ്റ് 7 മണിയാവും. 2 ദിവസം മാത്രം. ഒരു ദിവസം നൈറ്റ്. അങ്ങനെ എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ബാക്കി ദിവസങ്ങളെല്ലാം വൈകുന്നേരം ഉണ്ട്. വന്നാൽ തീർച്ചയായിട്ടും അവരോടൊപ്പം നടക്കാൻ പോകാറുണ്ട്. വീട്ടിൽ തന്നെ കളിക്കാറുണ്ട് മക്കളുടെ കൂടെ. ഞങ്ങൾ ഒരുമിച്ച് ചില എക്സസൈസ് ചെയ്യുമ്പോൾ അതിന് മക്കളെ കൂട്ടാറുണ്ട്. അങ്ങനെ എന്തായാലും മക്കളോടൊപ്പം ഞങ്ങൾ പിന്നെ അനൂസ് വൈകുന്നേരം 6 മണിയോടെ എത്തും. അനൂസ് വരുന്ന സമയത്ത് ഞങ്ങൾ മക്കൾക്ക് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടെ മുറ്റത്ത് സിറ്റ് ഔട്ടിൻ്റെ അവിടെ ഒരുമിച്ചിരിക്കും. അപ്പോൾ അത് നല്ല രസമുള്ള സമയം, അമ്മയും അപ്പയും മക്കളെല്ലാം കൂടെ. അപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളിപ്പോൾ വൈകുന്നേരം വരുന്നെങ്കിൽ അതുവരെയുള്ള കാര്യങ്ങൾ ഇവർ പരസ്പരം പറയും. ഒരുപക്ഷെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരു അപ്ഡേറ്റ് നമുക്കറിയാം എന്താ ഉമാർ കാണിച്ചേ. ആ ഒരു ഇരിപ്പിൽ നമുക്ക് കിട്ടും. ഈ 6 മണി വരെ ഉമാർ എന്താ കാണിച്ചാൽ നിങ്ങൾ വീട്ടിലില്ലാഞ്ഞ സമയം മുഴുവൻ അവരിട്ട് വരും. ഒരു CCTVയുടെ എഫക്റ്റ് ആണ്. പരസ്പരം ജോൺ എന്ത് ചെയ്യുന്നു, മരിയ പറയും, മരിയ എന്ത് ജോൺ പറയും. അപ്പം നമുക്ക് അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അവിടെ അപ്പോൾ തന്നെ വീഴ്ചകൾ ഉയർച്ചകൾ എല്ലാം അങ്ങോട്ടേക്കിട്ട് പാരയൊക്കെ വെക്കും. എന്തായാലും ഒരു രസമുണ്ട്. നമുക്ക് അവരെ കറക്റ്റ് അസസ് ചെയ്യാൻ പറ്റും. വേണ്ട ഒരു ഡയറക്ഷൻ കൊടുക്കാനും. അധികം മക്കളുണ്ടെങ്കിൽ വലിയ ഗുണമുണ്ടോ? വീട്ടിൽ CCTVയുടെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ മക്കളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് സീൻ ബൈ സീൻ തന്നോളും. അവരെ തന്നെ പരസ്പരം കറക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ
നന്നായി പോകുന്നുണ്ടത് ആ കാര്യം. ചേച്ചിക്ക് എങ്ങനെയാണ്? ചേച്ചി ലേറ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മക്കളുടെ കാര്യത്തിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിക്ക് എങ്ങനെ പറ്റുന്നത്? ഒരു കുറ്റബോധമൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തുറന്നു ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ആ, ഏഹ്, തീർച്ചയായും ഫ്രാൻസേട്ടൻ നേരത്തെ വരുന്നത് കൊണ്ട് തന്നെ എനിക്കതൊരു മനസ്സിനൊരു സമാധാനമാണ്. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലൊരാളുണ്ടല്ലോ എന്നുള്ളതൊരു സമാധാനം തന്നെയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചായ കുടിക്കുകയും പാല് കൊടുക്കുന്ന ആ ഒരു സമയം മിക്കവാറും ഞങ്ങൾ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ മുറ്റത്തോ ചിലപ്പോൾ കസേര കൊണ്ടിട്ട് ഒന്നിച്ചിരുന്ന അതൊരു നല്ല മക്കൾ നല്ല ഫ്രീ ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് കളികൾ എന്തെങ്കിലും ഓടി കളിക്കുകയോ മുറ്റത്തിന് ചുറ്റും ഓടുകയോ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മക്കൾ നല്ല ഓപ്പൺ ആവുകയും ഫ്രീ ആവുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ ഓടി കളിച്ചില്ലെങ്കിൽ തന്നെ അമ്മ അവിടെ നിൽക്കണം. അവിടെ നിന്ന് ഇവർ ഓടി കളിക്കണം. അമ്മ അടുക്കള പോകാൻ പാടില്ല. അമ്മ അവിടെ നിന്ന് കുറച്ചു നേരം അവരുടെ കൂടെ നിന്ന് ആ കളിയൊക്കെ കണ്ട് അതൊരു നല്ലൊരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ജോർജ് ചേട്ടാ, ഇനി ഒരു ചോദ്യം അങ്ങോട്ട് വെച്ചോട്ടെ. ജോർജ് ചേട്ടൻ്റെ വീട്ടിൽ ചേച്ചി ജോലിയൊന്നുമില്ല. ജോലിയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പുറത്ത് ജോലിക്ക് പോകുന്നില്ലായിരുന്നു. എനിക്ക് ഇനി വീട്ടിൽ ഇനി അങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ജോർജ് ചേട്ടൻ ജോലിക്ക് പല സ്ഥലങ്ങളിലായിരുന്നു. ജോലി സ്ഥലങ്ങൾ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു അപ്പൻ്റെ ഒരു സാമീപ്യ സ്ഥാനത്തേക്ക് മക്കൾ കൊതിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെയൊക്കെ ജോർജ് ചേട്ടൻ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മുടെ ഈ കുടുംബത്തിൽ ഇവർ രണ്ടുപേരും നാട്ടിൽ തന്നെ ഉണ്ട്, മക്കളോടൊപ്പം ഉണ്ട്. നല്ലൊരു ശതമാനം പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിലെ അപ്പൻ അല്ലെങ്കിൽ അമ്മയൊക്കെ വിദേശത്തായിരിക്കും. മജോറിറ്റി അപ്പന്മാർ വിദേശത്തായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് ബുദ്ധിമുട്ട് അവർ കഷ്ടപ്പെട്ട് മക്കളെ കാണാൻ പറ്റാതെ ജീവിക്കുന്നതായിരിക്കും. അവർക്കും ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു സാന്നിധ്യ സമയം മക്കൾ കൊടുക്കണമെന്ന്. അവർക്കിതൊരു ഉറപ്പായിട്ടും വലിയ സുവിശേഷമായിരിക്കും. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് 20 വർഷം എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാവുന്ന 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നെ, അപ്പോഴത്തേനും മക്കളൊക്കെ വാസ്തവത്തിൽ ഒരുവിധം അറിവുള്ള സമയപ്രായത്തിലേക്ക് എത്തിയല്ലോ. പക്ഷേ എന്നാലും 3 വർഷം പോകേണ്ടത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തന്ന ഒരു പക്ഷേ ഇതുപോലൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ, അങ്ങനെയുള്ള അവരുടെ കഷ്ടപ്പാടൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. വാസ്തവത്തിൽ എനിക്ക് അന്ന് ഞാനൊരു പ്രൊമോഷനോട് ബന്ധപ്പെട്ടാണ് ഞാൻ പോയത്. ഒരു 3000 രൂപയോളം എനിക്ക് സാലറിയിൽ ഇൻക്രീസ് കിട്ടുമായിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ, വാസ്തവത്തിൽ ആ ഇൻക്രീസിന് വേണ്ടിയല്ല, ഞാനൊരു ട്രാപ്പ് പോലെ ഇതിനകത്ത് വീഴുകയായിരുന്നു. കമ്പൽസറി ആയിട്ട് ഞാൻ പ്രൊമോഷനായി അങ്ങനെ ഞാൻ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടുണ്ടായ സാമ്പത്തിക നേട്ടം 3000 രൂപ. പക്ഷേ ആദ്യത്തെ മാസം തന്നെ ഞാനതിൻ്റെ ഒന്ന് കണക്ക് വെച്ച് നോക്കിയപ്പോഴത്തേനും ഈ ടെലിഫോൺ ഐറ്റത്തിൽ തന്നെ ഈ 3000 രൂപ പോയി കിട്ടിയിട്ടുണ്ട്. 3000 രൂപ ഒരു പക്ഷേ അത് കൂടുതലേ വന്നിരിക്കാൻ വഴിയുള്ളൂ. അപ്പോൾ അന്നേയും ഞാൻ സ്റ്റേറ്റിന് വെളിയിലുമായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ റോമിങ്ങിനൊക്കെ നല്ല പൈസ, അങ്ങനെ എല്ലാ വിധത്തിലും ഞാൻ പറയും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ നിന്ന് അകലെ ആയിരുന്നെങ്കിലും ഒരിക്കലും എൻ്റെ പ്രസൻസ് വീട്ടിലില്ലാതെ വന്നിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ പ്രസൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ CCTV ഇല്ലാതെ തന്നെ വിവരം അറിയുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാനവിടെ ഇല്ലെങ്കിലും എല്ലാ വിവരങ്ങളും ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ തന്നെയല്ല, എൻ്റെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അത് ഇങ്ങനെ ചെയ്യണം. ഒരു വസ്തു സംഭവിച്ചൊരു കാര്യം ഇപ്പം. അപ്പോൾ അതൊരു ഡ്യൂട്ടി പോലെ ഞാൻ എടുത്തുന്നോ അല്ല ഇത്ര മണി മുതൽ ഞാനിങ്ങനെ അങ്ങനെയൊന്നും യാതൊരു കണക്കും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നമ്മളിപ്പം ചോറുണ്ണാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയമായോന്നല്ലോ നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും സമയം നോക്കുകയുള്ളൂ. മറ്റത് വിശക്കുന്നല്ലോ എന്നാണ് അവർക്ക്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ട് അങ്ങ് സംഭവിക്കുമായിരുന്നു. അതൊരു പ്രത്യേകിച്ച് ഡ്യൂട്ടി ബൗണ്ട് അല്ലായിരുന്നു. പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് അവധിക്ക് വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ അതിനനുസരിച്ച് മാറി. ഞാൻ 10-20 കൊല്ലത്തെ എൻ്റെ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ അസസ് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്നും ആ അസസ്മെൻ്റൊക്കെ വളരെ അണ്ടർ എസ്റ്റിമേഷൻ ഒരു അപ്പനും കൂടി രൂപപ്പെട്ടു. അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ അവിടെ ഇല്ലായിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ പണി. എനിക്ക് യാതൊരു വിധത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്തും ആയിരുന്നപ്പോൾ തന്നെ. പക്ഷെ എത്ര മനോഹരമായിട്ടത് തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതേസമയം ഞാൻ വീണ്ടും 3 വർഷം തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭാര്യ പഴയ ഭാര്യയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഞാൻ ചേട്ടാ, ഇതിന് നല്ലൊരു ഉത്തരം എനിക്ക് തോന്നുന്നു. പണ്ട് ഇങ്ങനെ സെമിനാരിയിലൊക്കെ ചേരുന്ന സമയത്ത് എൻ്റെ കുറച്ച് പേരൊക്കെ ആശങ്കകളോട്, ഞാൻ ഒറ്റ മോനൊക്കെ ആയിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ പലരും പറഞ്ഞു, നീ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് അങ്ങനെ ധൈര്യപൂർവ്വം ഉത്തരം കൊടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നോടൊരു അച്ഛനൊരിക്കലും ഇങ്ങനെ പറഞ്ഞു തന്നൊരു കാര്യമാണ്, മോനെ നീ പോയാൽ തമ്പുരാൻ നിനക്ക് പകരം ആ വീട്ടിൽ മുഴുവൻ നേരം കാണും. നീ ആ സമയത്തുണ്ടായിരുന്നത് ചെയ്യുന്നതിനേക്കാളും മനോഹരമായിട്ട് നിൻ്റെ പേരൻസ് നോക്കാനും നിൻ്റെ വീട്ടുകാരെ ശ്രദ്ധിക്കാനും നിൻ്റെ സഹോദരങ്ങളെ നോക്കാനും കർത്താവ് ഫുൾ ടൈം അവിടെ ആളെ ഏർപ്പെടുത്തുന്നു. ഇതിനാണ് എനിക്ക് തോന്നുന്നു വിദൂരത്തിരിക്കുന്ന അപ്പന്മാർക്കൊക്കെ ആ ഒരു പ്രാർത്ഥനാപൂർവ്വം ദൈവമേ ഒന്ന് വന്നിരിക്കുക, നീ അവിടെ വന്നിരിക്കുക, ഞാനവിടെ ഇല്ലാത്തപ്പോൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കും.
അച്ഛാ, എനിക്ക് ഒരു അനുഭവം പറയാനുള്ളത്, ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് രാവിലെ എണീച്ച ഉടനെ കുറച്ച് സമയം പ്രാർത്ഥിക്കാനിരിക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രാർത്ഥനാ മുറിയിൽ മാതാവിൻ്റെ 3 അടിയുള്ള വലിയൊരു രൂപമുണ്ട്. ആ മാതാവിൻ്റെ കരം ചേർത്ത് പിടിച്ച് ഇന്നത്തെ ദിവസം മാതാവിന് സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഇറങ്ങും, ഒരു 7:30 7:45 ആകുമ്പോഴത്തേക്കും ഇറങ്ങും. മക്കൾ 9 മണിക്കാണ് പോണത്. പിന്നെ ഉള്ള ഞാൻ ഡ്രസ്സ് ചെയ്ത് മക്കളെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഫ്രാൻസേട്ടനും ആൻറ്റിയും കൂടിയാണ് ഭക്ഷണം കൊടുക്കലും പാക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ മാതാവിന് ആ മക്കളുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്ത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു അമ്മ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ അമ്മ നോക്കി ചെയ്തു തരണം. അമ്മയുടെ വിമലക്ഷണത്തിന് കൊടുക്കുന്നതോടെ അമ്മ പിന്നെ മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മേൽനോട്ടക്കാരായിട്ട് നടത്തിക്കൊള്ളു. അതെ അതെ, അതൊരു അനുഭവമായിട്ട് പിന്നീട് ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോഴും ഇതുപോലെ മാതാവ് ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിൽ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നതായിട്ട് ഇത് കിട്ടി. അതുപോലെ ചെറിയ കുഞ്ഞാകുമ്പോൾ ഒരു 5-6 മാസമൊക്കെ ആകുമ്പോൾ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങും, കുഞ്ഞുങ്ങൾ ജനിച്ച് ഫീഡിങ്ങിൻ്റെ ആ മെയിൻ ഇത് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ നല്ല സങ്കടമാണ് ശരിക്കും കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ച് പോകുമ്പോൾ. അപ്പം ഞാൻ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന സ്ഥിരം ഒരു അമ്മത്രേസിയെ കുഞ്ഞിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നിങ്ങനെ തന്നെ, ഒരു അമ്മ എന്നുള്ള ഒരു വേർഡ് ഉള്ളത് കൊണ്ടായിരിക്കും അമ്മത്രേസി. അതെ, അപ്പൊ ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ അമ്മത്രേസിയെ നിന്നെ ഞാൻ ഏൽപ്പിക്കും, ഇങ്ങനെ അറിയാതെ ഉള്ളിൽ നിന്ന്. അതിനകത്ത് വേറൊരു സംഗതിയുണ്ട്, അമ്മത്രേസിയെയും ഉണ്ണീശോയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് തിരുസഭയിൽ. അമ്മത്രേസിയുടെ മുറിയിൽ എപ്പോഴും ഉണ്ണീശോ കാണുമെന്ന് പറയുന്നത്. എൻ്റെ അമ്മത്രേസിയൊക്കെ ആണെങ്കിൽ പതുക്കെ കൂട്ടക്രമങ്ങളുടെ സമയത്ത്, ആശ്രമത്തിലെ സമയങ്ങളുടെ സമയത്ത് ഓരോ കാര്യത്തിന് പോകണമല്ലോ, അപ്പോൾ അമ്മത്രേസും നീ ഇവിടെ ഇരിക്കുക, അവിടെ തന്നെ ഇരിക്കുന്നവർ ഇരുത്തിട്ട് പോകുമായിരുന്നാണ് അമ്മത്രേസിന്റെ പുസ്തകങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കൃത്യമാണ് ചേച്ചിക്ക് ദൈവം എന്ന തോന്നല്. ഏൽപ്പിക്കാൻ പറ്റിയ ആള് തന്നെയാ, നല്ല അമ്മയാ. തന്നെ എങ്ങനെയും മനസ്സിൽ വന്നതാണത്. അതുപോലെ തന്നെ ഒരു ബ്രദർ ഒരിക്കൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പം അമ്മത്രേസിയെ കുഞ്ഞിനെ വാങ്ങിക്കുന്നതായിട്ട് കാണുഞ്ഞ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ബ്രദർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ചെറിയ കുഞ്ഞാകുമ്പോൾ, പ്രത്യേകിച്ച് കൈക്കുഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മൾ കൊടുത്തിട്ട് പോവുമല്ലോ ജോലിക്ക്. കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നന്നായി വളർന്നു ഉറപ്പാണ്. സാറിന് അതുപോലത്തെ എന്തെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഇങ്ങനത്തെ? അതായത് നമുക്കിപ്പോൾ അടുത്തില്ലെങ്കിൽ പോലും മിക്കവാറും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുത്ത് വീട്ടിൽ പോകുമ്പോൾ ചില സമയത്ത് മക്കൾ വീട്ടിൽ ഞാൻ നാട്ടിൽ പോവുകയാണെങ്കിലോ ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ മക്കളെ മിസ് ചെയ്യും. ജോർജൻ പറഞ്ഞ നൈസർഗികമാണ്, പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, നമ്മുടെ മക്കളുടെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ചെയ്ത ചില പതിവുണ്ട്. രാവിലെ എണീറ്റ് മക്കൾ സ്കൂളിൽ പോകുന്നതിന് തലേ കഴിച്ച് പ്രാർത്ഥിക്കുക, രാത്രി പ്രാർത്ഥന തലേ കഴിച്ച് പ്രാർത്ഥിക്കുക, രാവിലെ കുരിശ് ചൂടുക. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മക്കളുടെ അനുവിൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അതുപോലെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എണീക്കുന്ന പ്രാർത്ഥനയും രാത്രി കിടക്കാൻ നേരത്തും അവർ കിടക്കുമ്പം എല്ലാവരും ഗുണപ്രാർത്ഥനയും തലകച്ച് പ്രാർത്ഥിക്കുക. എന്നാലും കിടന്നു കഴിയുമ്പോൾ ഞാൻ പോയി കുരിശ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്, കാര്യം എൻ്റെ മക്കൾ സുരക്ഷിതരാണ്. അപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇഫക്റ്റ് തമ്പുരാന് ശക്തി എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാവനയിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ തമ്പുരാൻ സർവ്വവ്യാപിയായിരിക്കുന്നത് നമുക്കൊരു ഉപകാരമാണ്. ഈ സാധാരണ നമ്മുടെ വിശ്വാസമാണ് അവിടെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഈ ജോലിക്കാരായ ദമ്പതികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം, കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കുമുള്ള ബുദ്ധിമുട്ട് തന്നെയായിരിക്കും മക്കളെ പറ്റിയുള്ള ആശങ്ക, പ്രത്യേകിച്ച് പഠനം. ആശങ്ക ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മറ്റെന്തിനേക്കാളും സ്വാഭാവിക ലെവലിൽ പഠനം തന്നെയാണല്ലോ. ആത്മീയതയൊക്കെ പലപ്പോഴും സെക്കൻഡായിട്ട് നമ്മൾ നിർത്തിപ്പോകുന്നത് തെറ്റാണ്. ഈ മക്കളുടെ പഠന കാര്യങ്ങളിൽ പലപ്പോഴും ഈ ബോർഡിങ്ങിലൊക്കെ കുഞ്ഞുങ്ങളാക്കാൻ വരുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. അവർ പറയും, ഞങ്ങൾ 2 പേരും ജോലിക്കാരാണ്, ഞങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല, അതുകൊണ്ട് ബോർഡിങ്ങിലാക്കാൻ വരുന്നു, അല്ലെങ്കിൽ പഠനം ഉഴപ്പിപ്പോകും. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് ഇപ്പോൾ 5 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു പക്ഷേ ഏറ്റവും ഇളയ കുഞ്ഞൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ പഠനം ഏർപ്പെടുന്ന ആൾക്കാരുമാണ്. അപ്പോഴത്തേക്ക് ഈ പഠന കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് 2 മെഡിക്കൽ ജോലിക്കാരായതും കൂടി കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ട്? പഠന കാര്യങ്ങളിൽ അവർ മക്കൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർ 6 മണിയൊക്കെ കഴിഞ്ഞാൽ ഗുളിക കഴിഞ്ഞ് പറഞ്ഞാൽ പഠിക്കാനായിട്ടിരിക്കും. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിക്കും, ഞങ്ങൾ 2 പേരും അവരെ പറ്റുന്ന മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മൂത്ത ആളിപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് അവൻ്റെ സ്വന്തം പഠിച്ചല്ലോ. ഇളയ ഗേൾസാണ്, അവർ ഇച്ചിരി കളിയും ചിരിയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഞങ്ങൾ 2 പേരും എല്ലാ ദിവസവും മാറിയും തിരിഞ്ഞും ശ്രദ്ധിക്കും. ഒരാളെ ഒരു അനുസരണം ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ അവരെ വേണ്ട ശ്രദ്ധ കൊടുക്കാറുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ശ്രദ്ധിക്കും, അവരെ ഇവിടുന്ന് പഠിപ്പിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചിന്ത അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം മക്കളെ മോൾ സാരമില്ല, നമ്മൾ ശരിയാക്കും. അപ്പോൾ എൻ്റെ ഒരു മര്യാദക്ക് ഇടയ്ക്ക് വെച്ച് ഹിന്ദി 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഹിന്ദി കുറച്ച് ബാക്കായിരുന്നു, മാർക്ക് ഇച്ചിരി കുറവാണ്. അപ്പോൾ ആ ഇടയ്ക്ക് അവർക്ക് ടെസ്റ്റ് വന്നു ക്ലാസ്സസ്. അപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിച്ചു, അവൾ പഠിച്ചു, കുറേ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് പോയിക്കോ, അപ്പ പ്രാർത്ഥിച്ചോളാം, മോൾ പരീക്ഷ സമയത്ത് ഏത് പീരീഡ് ഇരുത്തിയാടാ പറയുക, അപ്പോൾ അപ്പ അവിടുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് പോയി. പരീക്ഷ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പേപ്പറായിട്ട് വന്നു. അവർക്ക് 18 കിട്ടി ഔട്ട് ഓഫ് 20. അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറയാം. അപ്പോൾ എനിക്ക് 18, 20, 18 കിട്ടി. അവർ മിടുക്കുക. അപ്പോൾ ആൾ പറയാം, അതാറോ ഇവിടെ തലോത്ത് ഇത് പാത്തിച്ചട്ടാ. കൊച്ചിന് ഉറപ്പാണ് വീട്ടിൽ. അത് എൻ്റെ
അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോണം അപ്പ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഓർക്കാം മക്കൾക്ക് ആ ഒരു അപ്പ അമ്മയും പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥിക്കാൻ ശക്തി ഉണ്ടെന്നും ഒരു വചനമുണ്ടല്ലോ, ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ അഭിലഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞു പ്രായത്തിൽ അവർക്ക് ഒരു ബോധ്യം കിട്ടിയല്ലോ, മാർക്ക് 18 15 എന്തോ ആയിക്കോട്ടെ, എന്തായാലും അപ്പയും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പരീക്ഷ എഴുതുമ്പം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ മക്കൾക്ക് അവൈലബിൾ ആവാം. എനിക്ക് എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ അല്പം മുതിർന്ന കുട്ടികളെ ആണെങ്കിൽ പോലും ബോർഡിങ്ങിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അയ്യോ, ഇല്ല. അല്ലെങ്കിൽ ട്യൂഷൻ എന്തുകൊണ്ട്? ബോർഡിംഗ് സ്റ്റാറ്റസിന്റെ ഭാഗം കൂടിയാണല്ലോ ഇപ്പോ. അല്ല, ഈവൻ സാർ ഞാൻ പറയുന്നത് വെച്ചാൽ ഈവൻ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പ്ലേ സ്കൂളിൽ പോലും വിട്ടിട്ടില്ല. അങ്ങനെ അംഗനവാടി നക്കൾ അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല മക്കളെ കാര്യം അവിടെ കൊടുക്കാന്നുള്ളത്. ഇല്ലില്ല. ഇവിടെ നമ്മുടെ വീട്ടിലൊരു സഹായി എപ്പോഴും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് സഹായം ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ലീവ് എടുത്ത് നിൽക്കും. അതിന് ഒരു മാസമൊക്കെ ഒരുമിച്ച് ലീവ് എടുത്ത് നിന്നിട്ടുണ്ട് നല്ല ആപ്റ്റ് പേഴ്സൺ കിട്ടാത്തപ്പോൾ. എന്നാലും ശരി, മക്കൾ വേറെ ആളെ കൈ ഏൽപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് മക്കൾ സ്കൂളിൽ പോകുന്നപ്പോൾ വളരട്ടെ. അത് നമ്മൾ ഒത്തിരി പെയിൻ എടുക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഒത്തിരി പേഴ്സണൽ ടൈം മറ്റുള്ളവർ ലക്ഷർ ടൈമിന് ഉപയോഗിക്കുന്നത്, കറങ്ങാൻ പോകുന്നത്, ബൈക്കിംഗ് കൊണ്ട് അല്ലെങ്കിൽ അവിടെ കറങ്ങാൻ പോകുന്നതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ജോലിക്കാരുണ്ട്, നമുക്ക് രണ്ടും ജോലി ഉള്ളതുകൊണ്ടും കൂടുതൽ മക്കളുള്ളതുകൊണ്ടും നമ്മൾ കുറേ അധികം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും അത് പ്രധാനപ്പെട്ട മേഖലയാണ്. എല്ലാവരെയും പോലെ അടിച്ചു പൊളിക്കാനും എല്ലാവരും പോലെ എല്ലാ ഗ്യാതറിങ്ങിന് പോകാനും എല്ലാവരും പോലെ എല്ലാ കല്യാണത്തിന് പോകാനും നമുക്ക് പറ്റില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ ബന്ധങ്ങളും മിസ്സാക്കുന്നില്ല. എല്ലാം പോകേണ്ട ഇടത്തൊക്കെ നമ്മൾ പോവുകയും ചെയ്യും ആവശ്യത്തിന്, വെക്കേഷനൊക്കെ നോക്കി. ഉറപ്പായിട്ട് ഈ സമയമില്ല എന്ന് പറയുന്നതാണല്ലോ എല്ലാവരും പരാതി. അല്ലേ? എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ പ്രയോറിറ്റീസ് ഫിക്സ് പിന്നെ പറ്റുന്നത് പ്രയോറിറ്റൈസ് ചെയ്യാന്നേ ഉള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വിശ്രമ സമയങ്ങൾ കാണും, സോഷ്യലൈസേഷൻ സമയങ്ങൾ കാണും, വിശ്രമ സമയം കാണത്തില്ല. രാത്രി ഉറങ്ങുന്ന ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വിശ്രമമില്ല. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ആ കുറെ കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. തീർച്ചയായും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് തമ്പുരാൻ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ച മക്കളെ ഏറ്റവും വിശ്വസ്തയോടെ നോക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഈ ഒരു കുടുംബത്തിൽ, പ്രത്യേകിച്ച് രണ്ടുപേരും ജോലിക്കാരായ കുടുംബത്തിൽ സ്വാഭാവികമായി ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ ജോലിക്കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവിടുത്തെ ജോലിക്കാരല്ല ഉദ്ദേശിച്ചത്, വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചോ മക്കള് അങ്ങനെ എന്തൊരു ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ സംഭവിക്കുന്നു. അതെ, പ്രത്യേകിച്ച് അനുഭവം തോന്നണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ നിരന്ന് കിടക്കണ കാണുമ്പോൾ, അതായത് മക്കളുടെ ആ വൈകുന്നേരം വന്നിട്ടുള്ള ഒരു ഒരു സ്നാക്സ് കഴിക്കലും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ആകെ ഒരു ഞാൻ വന്ന് കയറുമ്പോഴത്തേക്കും വീടങ്ങ് നിരന്നാവും കിടക്കണ്ടാവും. ഇത് കാണുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. പക്ഷെ ചിലപ്പം എൻ്റെ ആ വിഷമം കണ്ടിട്ട് ഫ്രാൻസേട്ടൻ മക്കളെയും കൂട്ടിയിട്ട് പറയും നമുക്കിതങ്ങ് നീറ്റാക്കാന്ന് പറയും. ശരിക്കും ഞാൻ തന്നെ എഫേർട്ട് എടുത്ത ഒരു 2 മണിക്കൂർ കൊണ്ടാണ് അത് ഫുള്ളാവുള്ളൂ. പക്ഷേ ബ്രേക്ക് എടുത്തോട്ടെ, നമ്മുടെ അപ്പന്മാർ വീണ്ടും വിചാരിക്കുന്നുണ്ട്, അപ്പന്മാർ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ പറ്റാവുന്ന കാര്യമാണ്. അപ്പം പറയാണ് മക്കളെ നമുക്ക് വീടൊന്ന് ക്ലീൻ ചെയ്തേക്കാം. അമ്മ പറഞ്ഞ ചിലപ്പോൾ കേൾക്കണം നിർബന്ധമില്ല, ആ മക്കൾ ക്ലീൻ ചെയ്യും, പിള്ളേർ തിരിഞ്ഞു പോകുമായിരിക്കും. അപ്പം പറയാണ് നമുക്ക് ഒരുമിച്ചങ്ങ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ചെയ്യാനില്ല, നമുക്ക് ഒരുമിച്ചങ്ങ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ചേച്ചി തുടർന്നു മനോഹരമായ കാര്യമാണ്. അവിടെ ഞാൻ തന്നെയാണെങ്കിൽ 2 മണിക്കൂർ എടുക്കേണ്ട എഫേർട്ട് ഒരു അരമണിക്കൂർ ആവുന്നതിന് മുമ്പ് ഓരോരുത്തരും ഓരോ മുറികള് നമ്മളൊന്ന് ഗൈഡ് ചെയ്താൽ തന്നെ എല്ലാരും ഒന്നിച്ച് അരമണിക്കൂർ കൊണ്ട് വീട് നല്ല നീറ്റാക്കി ഇടും. തന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വന്ന് അവരത് ഉഴപ്പിയിടുമ്പം വന്ന സ്കൂൾ ബാഗ് അങ്ങോട്ടിട്ടു, ഷർട്ട് ഇങ്ങോട്ട് ഊരിയിട്ടു എന്ന് പറയുമ്പം ഇത് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. അല്ല, എടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് വിഷമം തോന്നുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ പ്രൂഡൻ്റ് ഇത് അങ്ങനെ ഇട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്നതാണെന്ന് അവരൊന്ന് അറിയുമ്പോൾ എന്നാ പിന്നെ ആ ഷർട്ട് നേരെ ഹാങ്ങറിൽ ഇട്ടിട്ടാ പിന്നെ വന്നിടണ്ടല്ലോ. പിള്ളേരൊക്കെ സ്കൂളിൽ ബാഗ് 4 പേര് വന്ന 4 ബാഗ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ടല്ലേ? അത് പറഞ്ഞപ്പോഴാ വീട്ടിലെ എല്ലാ ജോലിയും ഞങ്ങൾ പങ്കുവെച്ച് ചെയ്യാറുണ്ട്. അനുസ് പറഞ്ഞ കണക്ക് ചില സമയത്താണെങ്കിൽ വീട്ടിലെ സഹായികൾ ആരും ഇല്ലാത്ത അവസ്ഥ വരും. ഇപ്പം അനുസ് ജോലിക്ക് പോയിട്ട് വരും. ആ സമയത്ത് മിക്കവാറും കുക്കിംഗ് ഒഴികെ എല്ലാ പണിയും ഞങ്ങളെല്ലാവരും പരസ്പരം എല്ലാവരും ചെയ്ത് തീർക്കും. അപ്പോൾ ഒരു രസകരമായ സംഭവം ഉണ്ടവർക്ക്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീടൊക്കെ മക്കൾ തൂക്കുന്നുണ്ട്, അപ്പം ക്ലീൻ ആവണം, നന്നായിട്ട് തുടച്ചാൽ, അപ്പം ഞാൻ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക മോപ്പ് വെച്ചിട്ട്. അപ്പോഴത്തേക്ക് കുറച്ച് ചെയ്തുകൊണ്ടപ്പോഴത്തേക്ക് എൻ്റെ മോൾ അന്ന് 3ാമത്തെ ആളാണെന്ന് തോന്നുന്നു, അൽഫോൺസ്, അവർക്ക് 4 വയസ്സിന് ദിവസം, ഇതാരാ അപ്പനാരാ അമ്മയോ? കാര്യം അമ്മ ചെയ്യുന്ന. അപ്പൊ ഞാൻ പറഞ്ഞ ആണോ മോളെ, അപ്പനമ്മയാണ് അമ്മ. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഇതാണ് നമ്മുടെ വിവാഹ മോതിരത്തില് ഇതിൽ അടിച്ച് പ്രിന്റ് വെച്ചേക്കുന്ന പേര് അനിതയാ, വൈഫാണ്, അമ്മയുടെ പേരാ. അപ്പൊ ഞാൻ പറയാം, എന്നെ കർത്താവ് ഉൾവിളിയാണ്, അപ്പൻ അമ്മയാവണം, അമ്മ അപ്പയാവണം, അപ്പയമ്മയും മക്കൾക്ക് വേണ്ടി വളമായി മാറണം. ആ ഒരു ചിന്ത തീർച്ചയായിട്ടും ആ ഒരു, എന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ അപ്പൻ അമ്മയ്ക്ക് വേണ്ടി, അല്ല ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭാര്യ മക്കൾക്ക് വേണ്ടി പരസ്പരം ഒരു വളമായി മാറുന്നൊരവസ്ഥ. അപ്പോൾ അത് ഒന്നായി മാറിയ ഈ അപ്പനും അമ്മയിലും രണ്ടുപേരും ഒരുപോലെ വളർന്നു വരുമ്പോഴത്തേക്ക് കുഞ്ഞുനാളിലെ മുതൽ മക്കളിലും ഒരപ്പനും ഉണ്ടായി തുടങ്ങും. ഓട്ടോമാറ്റിക്കലി അവർ ഏത് ജോലി ചെയ്യാനും സന്നദ്ധമാവുന്നു. അപ്പം ഒന്നും മാറ്റി വെക്കുന്നില്ല.
എല്ലാം എല്ലാവരും ചെയ്യാൻ ആ ഉത്തരവാദിത്ത ബോധം മക്കൾക്ക് നന്നായി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് രണ്ടാമത്തെ മോളൊക്കെ ടീച്ചർമാർ തന്നെ പറയാറുണ്ട് ക്ലാസ്സിൽ നിന്ന്, ലഞ്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂം വൃത്തിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മരിയമ്മോളൊക്കെ മുമ്പിൽ വരിക, ക്ലീൻ ചെയ്യാനൊക്കെ നല്ല മിടുക്കിയാണ്. അതുപോലെ ഏതെങ്കിലും വേറൊരു കുഞ്ഞിന് എന്തെങ്കിലും സെയിം ക്ലാസ്സിൽ തന്നെ അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവളാണ് ലീഡർഷിപ്പ് എടുത്ത് കുഞ്ഞിനെ കൊണ്ട് സിക്ക് റൂമിൽ കൊണ്ടുപോയി കൊടുക്കലും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം അവളെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ടീച്ചർ പിള്ളേരെ തെരഞ്ഞെടുക്കും. അംഗീകരിക്കാൻ തുടങ്ങി അതെ, 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 പക്വത കൊണ്ടിട്ട്. അതെ. നമ്മൾ സാധാരണ പിള്ളേരെ വീട്ടിലേക്ക് പണിയെടുപ്പിക്കാൻ നിർത്തുന്നത് അവർ പഠനം ഉഴപ്പി പോകും, അല്ലെങ്കിൽ അവർ ബാക്കി കാര്യം ശ്രദ്ധ വരത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇതിവിടെ പണിയൊക്കെ എടുപ്പിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ കൂടുതൽ അക്സെപ്റ്റൻസ് അവർ കിട്ടുകയാണ് ചെയ്യുന്നത്. അതെ. ഞാനൊരു ചെറിയൊരു ടേണിംഗ് എടുക്കുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ജോർജ് ചേട്ടനെയും ഫ്രാൻസ് ചേട്ടനെയും രണ്ടുപേരും ഇവർ കുടുംബം മുഴുവൻ ശുശ്രൂഷ ജീവിതം നയിക്കുന്നവർ കൂടിയാണ്. വചന പ്രഘോഷണവും അതുപോലെ ശുശ്രൂഷകളൊക്കെ. ഞാനപ്പോൾ ജോർജ് ചേട്ടൻ ചോദിക്കുകയാണ്, ജോർജ് ചേട്ടാ ഓൾറെഡി ജോർജ് ചേട്ടൻ ജോലിക്കാരനായിരുന്നു, കർത്താവിൻ്റെ ജോലിക്കാരനായിരുന്നു, കാനറ ബാങ്കിൻ്റെയും കർത്താവിൻ്റെയും ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുടുംബത്തിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. സാധാരണ കുടുംബത്തിലുള്ള ഒരു അപ്പനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അവർ ഓഫീസ് ജോലി കഴിഞ്ഞതിന് മക്കൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പരാതി പറയുമ്പോൾ ഈ രണ്ട് ടൂ ടയറിൽ എങ്ങനെ ഓടുന്നു? രണ്ടുപേരുടെ ചോദ്യം ഉണ്ടോ കേട്ടോ, തയ്യാറായിട്ടിരുന്നോളൂ. അല്ല, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു 10-20 കൊല്ലം മുമ്പ് ഒരാൾ ഒരു ധ്യാനത്തിൻ്റെ അവസരത്തിൽ കൗൺസിലിങ്ങിന് എൻ്റെ അദ്ദേഹം വന്ന് പറഞ്ഞ്, ഞാൻ നേരത്തെ ഇതുപോലെ ധ്യാനമൊക്കെ കൂടി നാളുകളായിട്ട് ധ്യാനം കൂടി, അന്ന് ആദ്യത്തെ ധ്യാനം കൂടിയപ്പോഴേ അച്ഛനോട് പറഞ്ഞതാണ് വചനപ്രഘോഷണത്തിന് വിളിയുണ്ട് എന്ന്. അപ്പോൾ ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കണമെന്നെല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ എന്താ തടസ്സം എന്താ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു. പറഞ്ഞു തടസ്സം ആരാ? എൻ്റെ ഭാര്യ തടസ്സമാണ് തടസ്സം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഞാനന്ന് കല്യാണം കഴിച്ച് അധികം കാലമായിട്ടില്ല. അപ്പോൾ അതെന്താ അങ്ങനെ? ഉടനെ പുള്ളി എന്നോട് പെട്ടെന്ന് പറഞ്ഞ കാര്യം ഇതാണ്, ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിൻ്റെ അപ്പനെയോ അമ്മയോ മാതാവിനെയോ പിതാവിനെയോ ഒക്കെ ഉപേക്ഷിക്കാതെ ആർക്കും എന്നെ അനുഗമിക്കാൻ പറ്റില്ല. ഞാനിതെല്ലാം ഉപേക്ഷിച്ചിറങ്ങാൻ തയ്യാറാണ്, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല, കുടുംബത്തെ കാര്യം നോക്കിയിട്ട് പോയാൽ മതി എന്നാ പറയുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളി വളരെ ഭാര്യയെ ഒരു സത്താനെ നീ പുറകെ പോ എന്ന് പറയേണ്ട ടൈപ്പ് ഒരു കക്ഷിയാണ് എന്നുള്ള ഒരു പ്രസൻറ്റേഷൻ ഇങ്ങനെ. പെട്ടെന്ന് എനിക്ക് കാര്യം ക്ലിക്കായി, എന്താണ് സംഭവം എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനോട് പറഞ്ഞ കാര്യം ഇതാണ്, ചേട്ടാ ഞാനിപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് എനിക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഇല്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കുക. ഞാൻ ചേട്ടനോടൊരു 100 രൂപ കടം വാങ്ങിക്കുക, ഒപ്പം ഞാൻ അഡ്രസ്സ് എഴുതി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ മണി ഓർഡർ അയച്ച് തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുക. ഞാനങ്ങനെ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാനൊരു കാർഡ് വാങ്ങിച്ചത് എഴുതുകയാണ്, ചേട്ടാ അന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് 100 രൂപ തന്നു വിട്ടിരുന്നല്ലോ, ഞാൻ ആ പണം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആ കാര്യം ഇനി ഓർക്കുക വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കത്തയക്കും. അത് മതിയോ? അല്ല അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇങ്ങോട്ട് പൈസ അയച്ചിട്ടുണ്ടല്ലോ അതിന് പിന്നെ. അല്ല അത് ഞാൻ ഉപേക്ഷിച്ചു. അല്ല അതെങ്ങനെയാണ് ചേട്ടനെ ഉപേക്ഷിക്കുന്നത്? ഞാനല്ലേ ഉപേക്ഷിക്കേണ്ടത്? അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പ്രശ്നം. ഭാര്യയോ മക്കളെയോ അപ്പനെയോ അമ്മയോ ഒക്കെ ഉപേക്ഷിച്ചോ, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കൊടുക്കാനുള്ളത് അവർ വേണം ഉപേക്ഷിക്കാൻ. ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അവരാ. നമുക്കവിടെ യാതൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു റോള് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മളിപ്പം കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നും അകന്ന് അതും കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ വാസ്തവത്തിൽ കുടുംബത്തിന് കൊടുക്കാനുള്ളതിനകത്തുനിന്ന് എനിക്ക് ഒഴിവൊന്നും കിട്ടുന്നില്ല. എനിക്ക് കിട്ടാനുള്ളത് ഒഴിവാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റും. അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തന്നെയല്ല, വേറൊരു തമാശ പിടിച്ച കാര്യം കൂടി ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. ഞാനൊരപ്പനാണ്, ഭർത്താവാണ്, ഒരപ്പനാണ് എന്നൊക്കെ ഉള്ളത് ദൈവം, സഭ, സമൂഹം, സർക്കാർ ഇവരെല്ലാവരും അംഗീകരിച്ച് ഉറപ്പിച്ച് തന്നിരിക്കുന്ന എനിക്കൊരു സുപ്രഭാതത്തിൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഞാനൊരു സുവിശേഷ പ്രഘോഷകനാണ് എന്നുള്ള ഇത് എൻ്റെ തോന്നലാണ്, മറ്റുള്ളവരുടെ അംഗീകാരമാണ്. ആരെങ്കിലുമൊക്കെ അത് അംഗീകരിക്കുന്നവരുടെയൊക്കെ അത്രേ ഉള്ളൂ. അതൊരു ദിവസം അല്ല എന്ന് ഇവരെല്ലാവരോടും പറഞ്ഞാൽ അല്ല. അപ്പോൾ എനിക്കത് പറയാണ്, ഉറപ്പിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഇതൊരു ഇത് എടുത്തു കഴിയുമ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തന്നെയല്ല എൻ്റെ അനുഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മക്കളെയും ഭാര്യയും എല്ലാം അതിനനുസൃതമായി ക്രമീകരിക്കും. എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിൽക്കാൻ പറ്റാതെ ഞാനൊരു സൂപ്പർ ഹ്യൂമനായിട്ടൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളിതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഈ ഒരു ടൈം മാനേജ് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ജോലി, മക്കളോടൊപ്പം ശുശ്രൂഷ ജീവിതം എല്ലാം എങ്ങനെ പ്രാക്ടിക്കലി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്?
അച്ഛാ ഞങ്ങൾ ശുശ്രൂഷയുണ്ട് തീർച്ചയായിട്ടും. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സൺഡേ സ്കൂൾ അധ്യാപനം കൂടിയാണ്. സൺഡേ സ്കൂൾ അധ്യാപനാണ്. എൻ്റെ മക്കൾ 4 പേരോടെ പഠിക്കുന്നുണ്ട്. ഞാൻ ആ പള്ളി അവിടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആഹാ. പിന്നെ എവരി തേഴ്സ്ഡേ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. ആഹാ. അവിടെ പിന്നെ കരിസ്മാറ്റിക്കിൻ്റെ സോണൽ പ്രോഗ്രാമിലൊക്കെ ഞാൻ ആക്റ്റീവാണ്. ഉം. പക്ഷെ അവിടെ സംഭവിക്കുന്ന വെച്ചാൽ തേഴ്സ്ഡേസ് ഉള്ള പ്രെയർ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ കുടുംബസമേതം മിക്കവാറും പോകാറുണ്ട്. മക്കളെയും കൊണ്ടുപോകും. ഓ, ആഘോഷമായിട്ടൊക്കെ പോയി. ആഘോഷം അത് തന്നെ ഒരു ഫെലോഷിപ്പാണ് ഞങ്ങളെ സംബന്ധിച്ച്. അതന്നെ fellowship അപ്പയെ- മാത്രമല്ല, ആ. അതന്നെ വലിയൊരു വിറ്റ്നസിംഗ് ആണ്. അതെ, അപ്പയും അമ്മയും മക്കളും അതേ കണക്ക് വേറെ ഒന്നുണ്ട് ഫാമിലി വരും. ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കത് ടൈം വേസ്റ്റ് ആയിട്ടോ മക്കൾക്ക് എക്സ്ട്രാ ബേർഡൻ ആയിട്ടോ തോന്നാറ്. കുടുംബം ഒന്നിച്ചാണ് ചെയ്യുന്നത്. പിന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന മറ്റു ശുശ്രൂഷ ഞാൻ പറയുന്നത് അത് സൺഡേ കർത്താവിൻ്റെ ദിവസമാണ്. അവിടെ ഞാൻ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നതോ അത് വീട്ടിലെ കൂടെ അതല്ല പ്രയോറിറ്റി. അത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യേണ്ട ദിവസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സൺഡേ ഞാൻ ശുശ്രൂഷ എനിക്കൊരു ബേർഡനായി മാറാറില്ല. പിന്നെ ടൈം തന്ന ദൈവമാണ്. നമ്മൾ ദശാംശത്തിൻ്റെ കാര്യം കൊടുക്കുക എല്ലാവരും പറയും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ദശാംശം കൊടുക്കാറുണ്ട്. പക്ഷേ 10,000 രൂപ കിട്ടുന്നവൻ 1000 രൂപ ദശാംശം കൊടുക്കും. ഇതേപോലെ നിൻ്റെ സമയത്തിൻ്റെ ദശാംശവും കർത്താവിന് ദൈവരായത്തിന് വേണ്ടി അവകാശപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ 2 മണിക്കൂർ 40 മിനിറ്റ് ഓരോ ദിവസവും കർത്താവിന് കൊടുക്കാൻ ബാധ്യസ്ഥ. അത് എൻ്റെ ഔദാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ കാര്യം നോക്കിക്കൊണ്ട് തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ മക്കളും ഞങ്ങളുടെ ഓരോ പല ഫെലോഷിപ്പിന് പല വരാറുണ്ട്. മക്കളത് എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് ആ പോകുന്ന കൂട്ടായ്മകൾക്കും ഇടങ്ങൾക്കും ഒക്കെ ഒത്തിരി നന്മകൾ വരുത്തുന്നത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും അത് നേരത്തെ നമുക്ക് നൈസർഗികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇതൊന്നും extraordinary feel ചെയ്യുന്നില്ല. എക്സ്ട്രാ ഫീലിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. തമ്പ്ര നമ്മളെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ. അപ്പം നമ്മുടെ ജോലിക്ക് പോകുമ്പോൾ തന്നെ അവിടെ ജോലി കേവലം മാസം 30-ാം തീയതി ശമ്പളം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ല അത്. അതൊരു ശുശ്രൂഷയാണ് വെച്ചാൽ. ഡെഫിനറ്റ്ലി വി ആർ ഫീലിംഗ് ഇറ്റ്, വി ആർ എൻജോയിങ് ഇറ്റ്. We are really proud of you. താങ്ക് യു. കാര്യം നമ്മൾ മക്കളുണ്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ മക്കളോട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവകൃപയാൽ. മക്കൾക്ക് ഞാൻ പറയാം 1ഉം 2ഉം ഉള്ള മക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ സ്നേഹം ഞങ്ങളുടെ മക്കൾ കിട്ടുന്നുണ്ട്, ഞങ്ങളും കിട്ടുന്നുണ്ട്. സോ ഞങ്ങളുടെ മക്കൾ ഞാൻ പറയാം 1 മക്കളും 2 മക്കളുള്ള ആൾക്കാരെക്കാൾ ഐ തിങ്ക് അവർ ചിൽഡ്രൻസ് ആർ ബ്ലസ്ഡ് ഞാൻ പറയും. കാരണം ഞങ്ങൾ 2 പേരും മക്കൾക്ക് അവൈലബിൾ ആണ്, സമയം കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ നേരത്തെ തുടക്കത്തിൽ കഥ പറഞ്ഞു 11 മണി 11:30. ഞങ്ങൾക്കൊരു വിഷയമൊന്നുമല്ല. അന്നൊക്കെ ചിലം പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ ചില മക്കൾ ഉറങ്ങുമായിരിക്കും. പിന്നെ അവർ ഉണർന്നിട്ട് വരുമ്പോഴത്തേക്ക് 9 മണി ചിലപ്പോൾ രാത്രി ഏറ്റവും ആളകളൊക്കെ. കാര്യം അവർ പകൽ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് രാത്രി ഉറങ്ങാൻ വൈകും. എന്നാൽ പോലും ഞങ്ങളിങ്ങനെ കാത്തിരിക്കും രാത്രി അവിടെ കളികൾ കാണാൻ വേണ്ടി. അപ്പം നഷ്ടപ്പെടും, നമ്മൾ രാത്രി ഉറങ്ങാൻ വൈകുമായിരിക്കും. എന്നാൽ നമ്മൾ രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും. അത് നമുക്കൊരു നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഐ മീൻ പേഴ്സണലി. പക്ഷേ ആ ഒരു സാക്രിഫൈസിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ യൂണിക് കോൾ. അതായത് തമ്പുരാൻ നമ്മളൊരു വിളിയേപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആയുധങ്ങളും സന്നാഹങ്ങളും എല്ലാം തമ്മിൽ ഉറപ്പായിട്ട് നമുക്ക് തന്നിരിക്കും. അതെ, കർത്താവ് കരുതാതെ കർത്താവ് വിളിക്കൂല, ഒരിക്കലും വിളിക്കില്ല. അതൊരു കൃപയാണ്. ഞാനൊരു ചെറിയൊരു വ്യത്യസ്തമായ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് സമയപരിമിതി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഡോക്ടേഴ്സാണ്, 2 പേരും ഡോക്ടേഴ്സാണ്, നിങ്ങൾക്ക് 5 മക്കളുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടുന്ന മേഖലയാണ് ഈ മക്കളുടെ എണ്ണവും നിങ്ങളുടെ പ്രൊഫഷനും. കുറേ ഉറപ്പായിട്ട് ചില കുത്തുവാക്കുകളും ചില നമ്മൾ പറയുന്ന ഇൻവെർട്ടർ കോമയിൽ ചില കോമഡികളൊക്കെ ആയിട്ട് നിങ്ങൾ പരിഹസിക്കപ്പെടാറൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എന്താ അനുഭവങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? ഒത്തിരി പേർക്ക് അതൊരു ആശ്വാസം കൂടിയായിരിക്കും ഉറപ്പായിട്ടും. വെച്ചാൽ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ വീടിന് എക്സാമ്പിളുണ്ട്. എൻ്റെ ചേട്ടനും ചേച്ചി 2 പേരും എഞ്ചിനീയേഴ്സാണ്. 2 പേരും നല്ല ഹൈലി വെൽ സെറ്റിൽഡാണ് ദൈവകൃപയാൽ. എന്നേക്കാൾ 4 വർഷം മുമ്പ് അവർ മാരേജ് കഴിഞ്ഞതാണ്. അവർക്ക് മക്കൾ 10, 12, 15 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാവുന്ന എല്ലാ ചികിത്സയും തിരുവനന്തപുരം മുതൽ കോട്ടയെല്ലാം എടുക്കുകയും ചെയ്തു. മക്കളെ കിട്ടിയില്ല. അവസാനം അടുത്ത കാലത്ത് അവർ മദർ തെരേസയുടെ ഒരു കോൺവെൻറ്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. എന്നാൽ ദൈവം കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് മക്കളെ നൽകി. ഇപ്പോൾ 5 മക്കളുണ്ട്. ദൈവം തരാതെ നമുക്ക് മക്കൾ ലഭിക്കില്ല. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അതിനെ തരുമ്പോൾ അവർ പരിശ്രമിക്കാത്തതുകൊണ്ടോ അവർ ആഗ്രഹിക്കാത്തതുകൊണ്ടൊന്നുമല്ല. അവർക്ക് ഇപ്പം ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്ന ജീവനോട് കാലാകാലങ്ങളിൽ ഞങ്ങൾ പുറംതിരിഞ്ഞ് നിന്നില്ല, തുറവി കാണിച്ചപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അവരെ വളർത്തുവാൻ നമ്മൾ കേവലം നമ്മളാരാ? നമ്മൾ ജസ്റ്റ് ദൈവത്തെ ഈ മക്കളുടെ ഉടമസ്ഥൻ ദൈവമാണ്, സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. കാലാകാലങ്ങളിൽ കർത്താവ് തരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒപ്പം അതിനോടൊപ്പം കിട്ടുന്ന എല്ലാം തീർച്ചയായിട്ടും അവരുടെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു. എത്ര ടെൻഷൻ അടിച്ചെന്നാൽ അതിന് മുഖം കാണുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു പ്ലസ് മൈനസ് നമുക്കുണ്ട്. അപ്പം ഞാൻ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ മക്കളില്ലാത്ത. അതെ, അപ്പോൾ ഒരു 2 വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ ഒരു ഭാര്യയും ഭർത്താവ് മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു സംഭവമൊന്നുമല്ല ജീവൻ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം ഒരു സമ്മാനം എന്ന് പറയുന്നത്. സമ്മാനം ഒരു വ്യക്തി തരുമ്പോൾ നമ്മൾ അതിനും സ്വീകരിക്കുമല്ലോ. സമ്മാനം അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അതിനിടയ്ക്ക് കുത്തുവാക്ക് പറയുന്നവരുടെ അറിവില്ലായ്മ അല്ല, പലരും പറയാം നിങ്ങളെ കാണുമ്പോൾ അസൂയ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ ഇറക്കുമ്പോഴത്തേക്ക് നഴ്സുമാർ
ഡോക്ടർ 5 മക്കൾ നിങ്ങൾക്ക് അവർക്ക് അസൂയ, അപ്പോൾ ഞങ്ങൾക്ക് അസൂയ, പക്ഷേ ആഗ്രഹമുണ്ട് ഡോക്ടറെ, പറ്റില്ല. പക്ഷേ നമുക്ക് പറ്റുന്നതല്ല, ദൈവകൃപയാണ് വെച്ചാൽ നമ്മുടെ ആരും ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേർക്ക് ഒത്തിരി ആകുലതകളും സംശയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കാര്യം നമ്മളിന്ന് ഈ മധുരമൊഴിയിൽ മധുരകരമായി തന്നെ സംസാരിച്ച് നിർത്തിയത്. ജോലിക്കാരായ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഒത്തിരി മേഖലയിൽ കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അധികം മക്കളുള്ളവർ, ദൂരെ ജോലി ചെയ്യുന്നവർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഈ ഡോക്ടർ ദമ്പതികളുടെ ഫ്രാൻസിയേട്ടൻ്റെയും അനുചേച്ചിയുടെയും അനുഭവങ്ങൾ തീർച്ചയായിട്ടും അനേകർക്ക് ഒരു വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കാമെങ്കിൽ, നമ്മുടെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കാമെങ്കിൽ, പ്രത്യേകിച്ച് അപ്പന്മാരുടെ ചില താല്പര്യങ്ങളും കൂട്ടുകെട്ടുകളും അല്പം കുറയ്ക്കാമെങ്കിൽ ഉറപ്പായിട്ടും കുടുംബത്ത് ഒത്തിരി സമാധാനം, ഒത്തിരി സമയം മക്കൾക്കൊപ്പം ചെലവഴിക്കാൻ പറ്റും. ഇവർ പറഞ്ഞു ഒരു 5 മക്കളുണ്ടായിട്ടും 5 മക്കൾക്കും പേഴ്സണൽ കെയർ കൊടുക്കാനും അവർക്ക് സമയം കിട്ടുന്നില്ലെന്ന് പരാതി വരുന്നില്ല. അതുകൊണ്ട് കാരണം സമയം തമ്പുരാനരങ്ങളിലല്ലേ, കഴിവും ആരോഗ്യവും എല്ലാം തന്നെ തമ്പുരാനല്ലേ. നമുക്ക് ഈ നിമിഷം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിൽ ആ ഒരു സമയത്തിൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും എല്ലാമായി തീരാൻ മാതാപിതാക്കൾക്ക് ആകാനുള്ള ഒരു സമയത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് കുടുംബം ഒരുമിച്ച് നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോട് മക്കളൊക്കെ ഒന്ന് ചേർന്ന് നിന്നേ. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരാതികൾ മക്കൾക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, അപ്പനും അമ്മയും പരിഗണിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ അവർ വേണ്ടത്ര സമയമോ ഒന്നും ഞങ്ങൾക്ക് തരുന്നില്ലെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഒന്ന് അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. നമുക്ക് ചിലപ്പോൾ സമയപരിമിതികൾ മൂലം മക്കളെയൊക്കെ ദൂരെ നിർത്തി പഠിപ്പിക്കുന്നവർ ബോർഡിങ്ങിലോ പറ്റാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം, ആർക്കും ഭാരപ്പെടുത്തുന്നില്ല. മക്കളെയൊക്കെ ഒന്ന് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ചേർത്ത് വയ്ക്കാം. വിദൂരത്തൊക്കെയാണ് മക്കളെങ്കിൽ. ഏതെങ്കിലും മാതാപിതാക്കളൊക്കെ മക്കൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധമൊക്കെ മനസ്സിൽ പേരുന്നുണ്ട്. അത് വേണ്ട, തമ്പുരാൻ കരുണയുള്ളവനല്ലേ. തമ്പുരാനൊരു നിമിഷം ആ കാരുണ്യം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.